ഹായ്, നമുക്കിന്ന് ട്രാൻസ് ഹിമാലയത്തെ പരിചയപ്പെടാം. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം. കാരക്കോറം എന്ന വാക്കിൻ്റെ അർത്ഥം കരിങ്കല്ല് എന്നാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പർവ്വതനിരയാണ് കാരക്കോറം. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റമായ ഇന്ദിരാകോൾ എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത് കാരക്കോറത്തിലാണ്. ഇന്ത്യക്ക് ഏറ്റവും അതിർത്തി കുറവുള്ള രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ ബോർഡർ സ്ഥിതി ചെയ്യുന്നതും കാരക്കോറം നിരയിലാണ്. പർവ്വത നിരയിൽ തന്നെയാണ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നതും. കൃഷ്ണഗിരി എന്നാണ് പ്രാചീന ഗ്രന്ഥങ്ങളിൽ കാരക്കോറത്തെ വിശേഷിപ്പിച്ചിരുന്നത്. റുഡ്യാർഡ് കിപ്ലിങ്ങിന്റെ കിം എന്ന നോവലിൽ കാരക്കോറം പർവ്വതനിരയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിമാനികളാണ് സിയാച്ചിനും ബാൾട്ടാരോയും. ഇത് രണ്ടും കാരക്കോറം പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്നു. സിയാച്ചിൻ എന്ന വാക്കിന്റെ അർത്ഥം റോസാപ്പൂക്കൾ സുലഭം എന്നാണ്. മൂന്നാം ധ്രുവം എന്നാണ് സിയാച്ചിനെ വിശേഷിപ്പിക്കാറുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ഹിമാനി എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്കയിലെ ലാംബർട്ട് ഹിമാനിയാണ്. ഇത് ധ്രുവപ്രദേശത്താണ് കാണുന്നത്. എന്നാൽ ധ്രുവപ്രദേശത്തല്ലാത്ത ഏറ്റവും വലിയ ഹിമാനി എന്ന് പറയുന്നത് ഫെച്ചെങ്കോ ഹിമാനിയാണ്. ഇത് തജിക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്താണ്. ധ്രുവപ്രദേശങ്ങളിൽ അല്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഹിമാനി സിയാച്ചിനാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം ചെന്ന യുദ്ധക്കളം കൂടിയാണ് സിയാച്ചിൻ. 1984 ഓപ്പറേഷൻ മേഘദൂത് സിയാച്ചിൻ തിരിച്ചുപിടിക്കാനായി ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷനാണ്. സിയാച്ചിനിൽ നിന്ന് ഒരു നദി ഉത്ഭവിക്കുന്നുണ്ട്. ആ നദിയുടെ പേര് നൂബ്ര എന്നാണ്. സിയാച്ചിനിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് നൂബ്ര താഴ്വരയാണ്. സിയാച്ചിൻ സന്ദർശിച്ച ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം, ആദ്യത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. ചുരങ്ങളുടെ നാട് ലഡാക്ക്. ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. ഉംലിംഗ്ല ചുരമാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്തുള്ള ചുരം, അഥവാ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മോട്ടറബിൾ റോഡ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയും ലഡാക്കാണ്. ഹെമിസ് ദേശീയോദ്യാനം ലഡാക്കിലെ ലേ എന്ന് പറയുന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണിത്. ഹിമപുലികളെയാണ് ഇവിടെ സംരക്ഷിക്കുന്നത്. ട്രാൻസ് ഹിമാലയത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗമാണ് സസ്കർ എന്നറിയപ്പെടുന്നത്. ദ്രാസ് എന്ന പ്രദേശം ഇവിടെയാണ്. എന്താണ് ഈ ദ്രാസ് എന്ന് പറഞ്ഞാൽ? അതായത് ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള മനുഷ്യവാസ പ്രദേശമാണ് ദ്രാസ്. ലഡാക്കിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ദ്രാസ് ആണ്.